ഞാനിപ്പം അഭിസംബോധന ചെയ്യുന്നത് എന്റെ മകന്റെ പ്രായമുള്ള നെക്സ്റ്റ് ജനറേഷനോടാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്റെ ജനറേഷൻ അതിനു മുമ്പുള്ളവരൊക്കെ ജീവിച്ചിരുന്നത് ഒരു സ്റ്റാഗ്നന്റ് സിസ്റ്റത്തിലായിരുന്നു. അതായത് ചലനമില്ലാത്ത സിസ്റ്റം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഞങ്ങൾ കൂപമണ്ടൂകങ്ങളായിരുന്നു. എന്നുവെച്ചാൽ കിണറ്റിലെ തവളകൾ. കിണറ്റിൽ ചലനമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചലനത്തെ ഭയപ്പെടുന്നു. അത് ഞങ്ങളുടെ കംഫർട്ട് സോണിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നത്. ആ ഭയത്തിൽ നിന്നാണ് അതിനെ എതിർക്കുവാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. എന്റെ കാലഘട്ടത്തിൽ നടന്ന രണ്ട് വലിയ ചലനങ്ങളെപ്പറ്റി, ഒരുപക്ഷെ 2 റെവല്യൂഷൻസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1985 എനിക്ക് ജർമ്മനിയിലേക്ക് ഡോക്ടറേറ്റ് എടുക്കുവാൻ വേണ്ടി ഹയർ സ്റ്റഡീസിന് സ്കോളർഷിപ്പ് കിട്ടിപ്പോകാൻ പോകുന്നു. അപ്പോൾ എന്റെ വിസ ശരിയാക്കുവാൻ വേണ്ടി ജർമ്മൻ എംബസിയിലുള്ള ഡൽഹിയിലാണ് അംബാസഡറോട് എന്റെ ജർമ്മൻ പ്രൊഫസർ നേരിട്ട് സംസാരിച്ചാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്റെ കൂടെ വന്നു. അന്ന് ഈ ടെലിഫോൺ എന്ന് പറയുന്ന ഈ കൊച്ചി യൂണിവേഴ്സിറ്റി ഒരേ ഒരു പ്രൊഫസറുടെ വീട്ടിലേ ഉള്ളൂ. അത് ലാൻഡ് ലൈനാണ്. ഡൽഹിയിലോട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ട്രങ്ക് കാൾ ബുക്ക് ചെയ്യണം, എന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഈ കേസിലാണ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ PP കോൾ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ PP കോൾ ബുക്ക് ചെയ്തു. വെയിറ്റ് ചെയ്ത് 5 മണിക്കൂറാണ്. പക്ഷെ 5 മണിക്കൂർ അന്നത്തെ കാലത്ത് അതൊന്നും അല്ല. സാധാരണ 24 മണിക്കൂറാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞ് ഞാൻ ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി ഓൾ ഇന്ത്യ സയൻസ് കോൺഗ്രസ് നടക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ സയന്റിഫിക് അഡ്വൈസർ മിസ്റ്റർ സാം പിട്രോഡ വന്നൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞത്, എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ഇന്ത്യയിലെ ഏതൊരു ഗ്രാമത്തിന്റെ നൂക്കാൻ കോർണറിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലുള്ള എവിടെ വേണമെങ്കിലും ടെലിഫോണിൽ കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലുണ്ടാകണം. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കും എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഇത് കേട്ടപ്പോൾ ആ സദസ്സിലിരുന്ന ബുദ്ധിജീവികൾ, എന്റെ പ്രായക്കാരും അതിനു മുമ്പുണ്ടായിരുന്നല്ലോ, എല്ലാവരും ഊറിച്ചിരിച്ചു. ഇങ്ങാർക്ക് വട്ടാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ ചാരനാണെന്ന് വരെ മുദ്രകുത്തി. പക്ഷെ അദ്ദേഹം അതുകൊണ്ടൊന്നും പതറിയില്ല. അദ്ദേഹം ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി. അതിന്റെ പിന്നിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഉറച്ചു നിന്നു. കാരണം അദ്ദേഹത്തിന് അത് ചെയ്യുവാനുള്ള ആർജവമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അധികം ജീവിക്കാൻ നമ്മൾ സമ്മതിച്ചില്ലല്ലോ. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതായിരുന്നു ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ റവല്യൂഷൻ. അത് കഴിഞ്ഞാണ് പിന്നീട് വരുന്നത് IT റവല്യൂഷൻ. IT റവല്യൂഷൻ വന്നപ്പോഴും ഇവിടെ എതിർപ്പുകളുണ്ടായി. അത് തൊഴിൽ കവർന്നെടുക്കും, ഇവിടെ ജനങ്ങൾക്ക് തൊഴിലില്ലാതാകും എന്നൊക്കെ പറഞ്ഞായിരുന്നു റവല്യൂഷൻ. പക്ഷെ ഇന്ന് ആ ആർഗ്യുമെന്റ് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു തള്ളത്തേ ഉള്ളൂ. അപ്പൊ താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എതിർക്കും. പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞ് റാഡിക്കലായിട്ട് ചിന്തിക്കുന്നതിനെ ഞങ്ങൾ ആ തെറ്റ് തിരുത്തും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ നടക്കുന്ന 3ാമത്തെ റവല്യൂഷനാണ് ഫിനാൻഷ്യൽ റവല്യൂഷൻ. അതിന് ശ്രീ രാജീവ് ഗാന്ധിയെ പോലെ തന്നെ ആർജവമുള്ള ഒരു പ്രധാനമന്ത്രി വന്നു. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ആകട്ടെ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൈസേഷനാണ്. ഡിജിറ്റൈസേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ചായക്കട, നാട്ടിൻപുറത്തൊരു ചായക്കടയിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ്, ചേട്ടാ ചേട്ടന്റെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങോട്ട് തന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെ അക്കൗണ്ട് തരും. നമ്മൾ ഫോണിൽ കൂടെ ചായയുടെ കാശ് കൊടുക്കുന്നു, അങ്ങനെ അക്നോളജ്മെന്റും കിട്ടുന്നു. അതത്ര വിദൂരമൊന്നും അല്ല. പക്ഷെ ഇതിനെയും എതിർക്കുന്നു. അതിപ്പറ്റി 2 തരം എതിർപ്പുകളുണ്ട്. ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ്. അത് പിന്നെ അത് അവരുടെ ജോലിയാണ് എതിർക്കുക എന്നുള്ളത്. പക്ഷെ വേറൊരു വിഭാഗമുണ്ട്, അവർക്ക് രാഷ്ട്രീയവും മതമൊന്നുമില്ല. അവരുടെ മുൻപിൽ ഈ കള്ളപ്പണം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിന് വലിയ വിഘാതമായി വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് മോഡി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കുരുപൊട്ടുക എന്ന് പറയുന്നത്.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസ് വരുന്നതിനെയാണ് കുരു പൊട്ടുക എന്ന് പറയുന്നത്. പൈൽസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനും നിൽക്കാനും നടക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. ഇതെനിക്ക് വന്നിട്ടുള്ളത്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി വന്നിരിക്കുന്നത്. അവർക്ക് ആകെ ഭ്രാന്ത് കയറി നടക്കുക. പക്ഷേ ഈ പ്രോസസ് തിരിച്ചുവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൂപമണ്ഡൂകങ്ങളല്ല. നിങ്ങൾ ആഴിയും തിരയും കാറ്റും ഒക്കെ ഉള്ള ഒരു വലിയ പാരാവാരത്തിൽ ജീവിക്കുന്ന തവളകളാണ്. ചിലപ്പോൾ ശാന്തതയുണ്ടാകും, ചിലപ്പോൾ പ്രക്ഷുബ്ധതയുണ്ടാകും. നിങ്ങൾക്കവിടെ സർവൈവ് ചെയ്തേ പറ്റൂ. അവിടെ ചലനമായിരിക്കും എപ്പോഴും. ചലനം ചലനം ചലനം, മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. പരിണാമമുണ്ടാകണമെങ്കിൽ ചലനമുണ്ടാകണം. വാത്മീകി പാടി, വള്ളുവർ പാടി, വാഴ്വേ മായം. ഈ യുഗം സ്നേഹിച്ച കവികൾ തിരുത്തി, വാഴ്വേ സത്യം. ഞങ്ങളെല്ലാം ജീവിച്ചിരുന്നത് ഒരു വശത്ത് മായയിൽ കൂടിയും വേറെ ചിലർ സത്യം തേടിയുള്ള പോക്കുമായിരുന്നു. പക്ഷെ ഈ മായയും സത്യവും ചേർന്നതാണ് യഥാർത്ഥ പ്രപഞ്ചം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രപഞ്ചത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതാണ് ആത്മാവ്. ആ ആത്മാവാണ് നിങ്ങളിലുള്ളത്. എന്നിലും നിന്നിലും തൂണിലും തുരുമ്പിലും എല്ലാം നിൽക്കുന്ന അതേ ആത്മാവാണ്. ആ ആത്മാവിനെ കണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ റെവല്യൂഷൻ ആ ആത്മാവിന്റെ പ്രകടനമാണ്. ഗുഡ് ലക്ക് ടു യു.